ിലേക്ക് സുസ്വാഗതം. പൂർണ്ണമായ ശുദ്ധമുള്ള സ്ഥലമാണ് ക്ഷേത്രം. അതിൽ പുണ്യാഹശുദ്ധി മുതൽ പ്രാസാദ ശുദ്ധി വരെ ഉള്ള കാര്യങ്ങൾ വലിയ ക്രിയകളായി നടക്കുന്ന കാര്യവുമാണ്. പൂജിക്കുന്ന പൂജകനെ സംബന്ധിച്ച് ആത്മശുദ്ധിയും ദേഹശുദ്ധിയും എല്ലാം യഥാവിധി നോക്കുന്നതുമാണ്. അശുദ്ധമായ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എങ്കിൽ ശുദ്ധമായി ചെയ്യുന്ന കർമ്മങ്ങൾ ഫലിക്കില്ല എന്നതാണ് വേദമതം. അങ്ങനെയാണ് എങ്കിൽ ഇന്ന് കിട്ടുന്ന കാര്യങ്ങളിൽ ചില സാധനങ്ങളിലൊക്കെ നമുക്ക് വിശ്വാസയോഗ്യമാണോ എന്നതാണ് നമ്മളുടെ ആലോചന. ഇന്ന് കിട്ടുന്ന ചന്ദനത്തിലായാലും ചന്ദനമുട്ടിയെല്ലാം ചില ക്ഷേത്രങ്ങളിലാണെങ്കിൽ ഫോറസ്റ്റുകാരുടെ അടുത്ത് നിന്ന് നേരിട്ട് രേഖാമൂലം പേപ്പറോട് കൂടി കൊണ്ടുവരുന്നുണ്ട്. അല്ലാതെ വാങ്ങുന്ന ചന്ദനമുട്ടികളെല്ലാം അഖിൽ എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെതാണ് കിട്ടുന്നത് കൂടുതലും. അതേപോലെ ദശാംഗത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കിട്ടുന്ന ചന്ദനത്തിരികൾ അളവിലും തൂക്കത്തിലും കൂടുതൽ കിട്ടുമ്പോൾ വിലക്കുറവ് ഉണ്ടാവുന്ന കാരണത്താൽ അതിൻ്റെ ഒരു പ്യൂരിറ്റി എന്തോരം ഉണ്ടെന്ന് നോക്കേണ്ടിയിരിക്കുന്നു. എള്ളെണ്ണ 2 കിലോ എണ്ണ ആട്ടിയാലാണ് 1 കിലോ എള്ളെണ്ണ കിട്ടുക. അപ്പോൾ എള്ളെണ്ണയ്ക്ക് വില വരുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ വിളക്കെണ്ണ എന്ന് പറഞ്ഞ പുതിയ സാധനം, അതിൻ്റെ പ്യൂരിറ്റി, അതേപോലെ 500 രൂപയോളം വരുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം, കിട്ടുന്ന നെയ്യുടെ അവസ്ഥ, അതേപോലെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂക്കളുടെ ഒരു ദൗർലഭ്യം. ഇനി മാത്രവുമല്ല അതെങ്ങനെ വരുന്നു, ഇവിടെ വന്നിട്ട് അത് ശുദ്ധീകരിക്കുന്ന കാര്യങ്ങൾ, അത് വാടാതെ വയ്ക്കുന്ന കാര്യങ്ങൾ, അത് പിന്നീട് പൂജയ്ക്കെടുക്കുന്ന കാര്യങ്ങൾ എന്ന് തുടങ്ങി കർപ്പൂരം, ചന്ദനത്തിരി, കർപ്പൂരമൊക്കെ വളരെയധികം കെമിക്കലായി ഒട്ടുമുക്കാലും ശാന്തിമാരുടെയും തിരുമേനിമാർക്കും ആസ്മ പിടിപെട്ട അവസ്ഥയിലാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഇതെല്ലാം ശുദ്ധത നോക്കി എടുത്തില്ല എങ്കിൽ ഒരു കാരണവശാലും നല്ല ഒരു റിസൾട്ട് ആ പൂജയിൽ നിന്ന് കിട്ടില്ല എന്നുള്ളത് എല്ലാ ഭക്തജനങ്ങളും ആലോചിക്കണം. അതുകൊണ്ട് തന്നെ സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വളരെ ശുദ്ധിയോടുകൂടിയുള്ളതാണ് എങ്കിൽ പൈസ ഇടാതെ അത് ദേവന് അത് സമർപ്പിക്കുക, അതൊരു ശീലമായി മാറ്റുക. അതായിരിക്കും ദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിവേദ്യവും. അത് വഴിപാടായി നൽകാൻ എല്ലാ ഭക്തജനങ്ങളും തയ്യാറായി വരിക. ഓം നമോ നമഃ ശിവായ.